ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല. എറണാകുളം ശിവക്ഷേത്രത്തിലെ തിരുവുത്സവം 2026 ജനുവരി 23 മുതൽ 30 വരെ സംഘടിപ്പിക്കും. എറണാകുളം ശിവക്ഷേത്രത്തിലെ തിരുവുത്സവം 2026 ജനുവരി 23 മുതൽ 30 വരെ നടത്തപ്പെടും. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും എറണാകുളം ശിവക്ഷേത്ര ഉപദേശക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് തിരുവുത്സവം നടത്തപ്പെടുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഉത്സവമാണ് എറണാകുളത്തപ്പന്റെ തിരുവുത്സവം. ജനുവരി 23 വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് തന്ത്രി പ്രമുഖൻ ബ്രഹ്മശ്രീ ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാട് കൊടി കയറ്റുന്നതോടെ ഉത്സവത്തിന് തിരിതെളിയും. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ മേളപ്രമാണിമാരുടെ മേളവും പഞ്ചവാദ്യവും തായമ്പകവും എറണാകുളത്തപ്പന് പോലീസ് നൽകുന്ന ഗാർഡ് ഓഫ് ഹോണർ എന്നിവ ഉത്സവത്തിന് പ്രാധാന്യമേറ്റുന്നു. രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭരും പ്രശസ്തരുമായ 1000-ലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാകാരന്മാരുടെ 150-ൽ പരം കലാപരിപാടികൾ DH ഗ്രൗണ്ട് ഉൾപ്പെടെ 5 വേദികളായി നടത്തപ്പെടും. ഇതിലേറ്റവും ശ്രദ്ധേയമായത് ഉത്സവ ദിവസങ്ങളിൽ ഭക്തിനിർഭരമായ എറണാകുളത്തപ്പന്റെ ക്ഷേത്രാചാരപ്രകാരമുള്ള പ്രത്യേക ചടങ്ങുകളാണ്. 28-ന് ഉത്സവ ബലി ചടങ്ങുകളും 29-ന് നടക്കുന്ന 11 ഗജവീരന്മാരുടെ പകൽപൂരവും സ്വർണ്ണക്കുടത്തിൽ കാണിക്കയിടലും ആറാട്ട് ദിവസം നടക്കുന്ന കരിമരുന്ന് പ്രയോഗവും കൂട്ടവെടിക്കെട്ടും കേരളത്തിലെ ഏറ്റവും മികവുറ്റ ഉത്സവമാക്കി ഇതിനെ മാറ്റുന്നു. വർഷങ്ങളോളമായി എറണാകുളത്തപ്പന്റെ ഉത്സവകാലങ്ങളിൽ നൽകിവരുന്ന എറണാകുളത്തപ്പൻ പുരസ്കാരം 2026 ഇത്തവണ 22-ന് കേരളത്തിലെ മേളരംഗത്ത് പ്രശസ്തനായ മേളപ്രമാണി ശ്രീ പെരുവനം സതീശൻ മാരാർക്ക് നൽകുവാനും ഈ വർഷത്തെ വൈദ്യനാഥ പുരസ്കാരം 2026 രാജ്യത്തെ തന്നെ പ്രശസ്തനും പ്രഗത്ഭനുമായ ആയുർവേദ രംഗത്ത് നിസ്തുല്യമായ സേവനവും സമഗ്ര സംഭാവനയും നൽകിയ ഡോക്ടർ KG രവീന്ദ്രനും നൽകുവാനും തീരുമാനിച്ചു. ഞാൻ എറണാകുളം ക്ഷേത്ര സമിതിയുടെ പ്രസിഡന്റ് അശോക് കുമാർ, ഇത് സെക്രട്ടറി രാമകൃഷ്ണൻ അവറുകൾ. ഇത്തവണ ക്ഷേത്ര സമിതിയും ദേവസ്വം ബോർഡും സംയുക്തമായി ചേർന്നാണ് 2026 എറണാകുളം ശിവക്ഷേത്രത്തിന്റെ തിരുവുത്സവം കൊണ്ടാടുന്നത്. 23-ാം തീയതി വൈകുന്നേരം 6:30 മണിക്കും 7 മണിക്കും ഇടയിൽ കൊടികയറി 30-ാം തീയതി ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുന്നതാണ്. ഏകദേശം 150ഓളം കലാപരിപാടികൾ 5 സ്റ്റേജുകളിലായി ഉത്സവത്തിനോടനുബന്ധിച്ച് നടത്തുന്നതാണ്. 1000-ലധികം കലാകാരന്മാരുടെ കലാവിരുന്ന് ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. ഇതിൽ തന്നെ പ്രശസ്ത ഗായിക മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്രയുടെ ഭക്തിഗാനമേള, നന്ദഗോവിന്ദം ഭജൻസ്, ബിജു നാരായണന്റെ ഗാനമേള, ബ്ലൂ ഡയമണ്ട്സിന്റെ ഗാനമേള, മാത്രമല്ല യുവാക്കളുടെ ഹരമായ മസാല കോഫിയുടെ പ്രോഗ്രാം, ഇവയെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 27, 28, 29, 30 തീയതികളിൽ എറണാകുളം ക്ഷേത്ര മൈതാനിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ നടക്കുന്ന ദിനംപ്രതി 25,000-ന് മുകളിൽ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന മഹാ അന്നദാനം എറണാകുളത്തപ്പന്റെ ഉത്സവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പരിപാടിയിലൊന്നാണ്. ഈ ചടങ്ങിൽ 27-ന് മലയാളത്തിന്റെ മഹാനടൻ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രി P രാജീവ്, ഹൈബി ഈഡൻ MP, TJ വിനോദ് MLA, ഹൈക്കോടതിയിലെ ജസ്റ്റിസുമാർ, കൊച്ചി മേയർ VK മിനിമോൾ, കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാൻ മധു S നായർ, വിവിധ കലാ, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ പ്രമുഖർ, ക്ഷേത്രതന്ത്രി, മേൽശാന്തി എന്നീ പ്രമുഖ വ്യക്തിത്വങ്ങൾ വിവിധ ചടങ്ങുകളായി പങ്കെടുക്കും. തൃശൂർ പൂരം മാതൃകയിലുള്ള 7-നില പന്തൽ ആദ്യമായി എറണാകുളത്തപ്പന്റെ മൈതാനിയിൽ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് ഉത്സവത്തിന് എടുത്തു പറയേണ്ട പ്രത്യേകത. 11 ഗജവീരന്മാർ അണിനിരക്കുന്ന പകൽപൂരം 29-ാം തീയതി ഉണ്ട്. 28-ാം തീയതി ഉത്സവബലി, 30-ാം തീയതി ആറാട്ട്, ഭഗവാൻ ഗാർഡ് ഓഫ് ഹോണർ നൽകി ഉത്സവം സമാപിക്കുന്നതാണ്. പിന്നെ ഇത്തവണത്തെ എല്ലാ വർഷവും നടത്തുന്ന പോലെ എറണാകുളത്തപ്പൻ പുരസ്കാരം പ്രശസ്ത കലാകാരൻ പെരുമനം സതീശൻ മാരാർക്ക് നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നതാണ്. കൂടാതെ വൈദ്യരത്ന പുരസ്കാരം പ്രശസ്ത ആയുർവേദ ഡോക്ടറായ KG രവീന്ദ്രൻ ഡോക്ടർക്ക് നൽകി. ന്യൂസ് ബ്യൂറോ, എറണാകുളം.